അൺടിൽ ഡൗൺ ഡേവിഡ് എഫ് സാൻബർഗ് സംവിധാനം ചെയ്ത് എലാ റൂബിൻ, മൈക്കൽ ചീമിനോ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ വന്ന ഈ ഇംഗ്ലീഷ് സർവൈവൽ ഹൊറർ ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. ഒരു വർഷം മുമ്പ് കാണാതായ ചേച്ചി മെലനിയെ അന്വേഷിച്ച് ക്ലോവറും അവളുടെ 4 സുഹൃത്തുക്കളും കൂടി ഒരു റോഡ് ട്രിപ്പ് പോകുന്നു. പിന്നെ നടക്കുന്ന ഭീകര സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത്. പ്ലേ സ്റ്റേഷൻ സ്റ്റുഡിയോസിന്റെ 2015 ഇറങ്ങിയ വീഡിയോ ഗെയിമിന്റെ ഫിലിം അഡാപ്റ്റേഷനാണ് അൺടിൽ ഡൗൺ. ഇതൊരു ടൈം ലൂപ്പ് സർവൈവൽ ത്രില്ലർ പ്ലസ് ഹൊറർ പടമാണെന്ന് പറയാം. വരുന്നു, പേടിക്കുന്നു, ചാകുന്നു, പിന്നെയും ജീവിക്കുന്നു, റിപ്പീറ്റ്. അങ്ങനെ വരുന്നു, പേടിക്കുന്നു, ചാകുന്നു, ജീവിക്കുന്നു, റിപ്പീറ്റ്. അൺടിൽ ഡൗൺ, അതാണ് ഈ പടം. തുടക്കത്തില് ആദ്യത്തെ 1-2 ചാകൽ വരെയൊക്കെ എനിക്ക് ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തു. ഞാൻ വളരെ എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇതിങ്ങനെ ടൈം ലൂപ്പിൽ പെട്ട് ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും നമുക്ക് തന്നെ ബോറടിച്ചു തുടങ്ങും. ഈ പണ്ടാരം ലൂപ്പ് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന് തോന്നും. അതാണ് അൺടിൽ ഡൗൺ. ചില നല്ല ഹൊറർ മൊമെന്റ്സ്, ചില ജംപ് സ്കെയർ സീൻസ് ഒക്കെ കൊള്ളാമെന്നുള്ളതാണ് പടത്തിന്റെ പോസിറ്റീവായിട്ട് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഒരു ബാത്റൂമിൽ വെള്ളം കുടിക്കുന്ന ഒരു സീൻ സംഭവമൊക്കെ ഉണ്ട്. അത് വളരെ നൈസ് ആയിരുന്നു. വേറെയും ചില ഡെത്ത് സീൻസ് ഒക്കെ കിടിലനായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ചില കടുത്ത വയലൻസ് സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ രസമുണ്ടായിരുന്നു കണ്ടോണ്ടിരിക്കാൻ. സ്ഥിരം ഹൊറർ പടങ്ങളിലെ ടെംപ്ലേറ്റ് ക്യാരക്ടേഴ്സ് ആണ് ഈ പടത്തിലുള്ള എല്ലാവരും. ക്ലോവർ ആയിട്ട് വന്ന എലാ റൂബിൻ, മാക്സ് ആയിട്ട് വന്ന മൈക്കൽ ചീമിനോ, മെഗൻ ആയിട്ട് വന്ന ജി യങ് യു, ഇവരാണ് കൂടുതൽ ഭേദമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. സ്റ്റിൽ അങ്ങനെ ഒരു പ്രത്യേക ഇഷ്ടം തോന്നുന്ന ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ഒരു സിനിമയാണ്. മികച്ച VFX, പ്രൊഡക്ഷൻ ഡിസൈൻ എന്നിവ പടത്തിന്റെ എടുത്തു പറയേണ്ട പോസിറ്റീവ്സ് ആണ്. കഥയിലെ ആ ഒരു മെയിൻ കോട്ടേജ്, അതിനെ ചുറ്റിയുള്ള ഓരോ ഐറ്റംസ്, അങ്ങനെ എല്ലാം കൂടി ഇവർ ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്ന ആ വേൾഡ് ഒക്കെ ഇതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് തന്നെയാണ്. കിടു സൗണ്ട് ഡിസൈനും പടത്തിനുണ്ട്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൊള്ളാം. മോശം റൈറ്റിംഗും ക്ലീഷേ ആയിട്ടുള്ള കുറെ ഹൊറർ കാഴ്ചകളുമാണ് പടത്തിന്റെ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത്. കഥാപാത്രങ്ങളോടൊന്നും നമുക്ക് യാതൊരു അറ്റാച്ച്മെന്റും തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവര് പലതവണ ഇങ്ങനെ ചത്തിയെത്തിയെത്തിയെത്തി കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ ചത്താലെന്താ ജീവിച്ചാലെന്താ എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇതിന്റെ കഥയോ പെർഫോമൻസോ ഒന്നും നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്നില്ല. ഞാൻ കഷ്ടപ്പെട്ട് ആരെങ്കിലും ഒരാളോടെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു നോക്കി, പക്ഷെ നടന്നില്ല, തോന്നിയില്ല. ലൈറ്റ്സ് ഔട്ടിന്റെ ഒക്കെ ഡയറക്ടർ ആയിട്ടുള്ള സാൻബർഗിന്റെ പടമാണ്. പുള്ളിയുടെ മറ്റ് സിനിമകൾ നൽകിയ ഒരു മതിപ്പ് കിട്ടും എന്ന് കരുതി നിങ്ങൾ ഇത് കാണുകയാണെങ്കിൽ ഒന്നും തോന്നില്ല. ആകമൊത്തം ടോട്ടലിൽ ഒരു വലിയ ഗുണമൊന്നുമില്ല. ഏകദേശം ആവറേജിന് അടുത്ത് നിൽക്കുന്ന ഒരു ഹൊറർ ത്രില്ലറാണ് അൺടിൽ ഡൗൺ. തുടക്കത്തിലെ ചില കാര്യങ്ങളെ കൊണ്ട് ഒരു ഫ്രഷ്നെസ് ആദ്യം ഫീൽ ചെയ്തെങ്കിലും അത് പിന്നീട് നിലനിർത്താൻ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല. 1-2 നല്ല ജംപ് സ്കെയർ മൊമെന്റ്സ് ഉള്ളത് കൊണ്ട് വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാമെന്ന് ഞാൻ പറയും. ഇപ്പൊ അധികം ഹൊറർ പടങ്ങളൊന്നും കാണാത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഒരു പക്ഷേ ഇതൊരു വലിയ സംഭവമായിട്ട് ഫീൽ ചെയ്തേക്കാം. കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓഡിയൻസിന് ഇത് കുറച്ച് ദുർബലമായിട്ടുള്ള ഒരു സിനിമയായിട്ടായിരിക്കും ഫീൽ ചെയ്യുക. പടം തിയേറ്ററിലാണ് ഇപ്പോൾ ഓടുന്നത്. നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള തിയേറ്ററിൽ തന്നെ പോയി കാണുക. ചിലപ്പോൾ ആ സൗണ്ട് ഇഫക്ട്സ് ഒക്കെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് പടം കുറച്ച് പേടിയൊക്കെ സമ്മാനിച്ചേക്കാം. അതുപോലെ തന്നെ എന്റെ അഭിപ്രായം ആയിരിക്കില്ല നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊരു ഗംഭീര ഹൊറർ എക്സ്പീരിയൻസ് ആയിട്ടും ഫീൽ ചെയ്തേക്കാം. 1 മണിക്കൂർ 44 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. കുറച്ച് വയലൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് കുട്ടികളെ കാണിക്കേണ്ട 18+ ആണ്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടുള്ളവരാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.